കേന്ദ്രമന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ. പരിക്കേറ്റ വിദ്യാർത്ഥിക്കൊപ്പം വാർത്താസമ്മേളനം നടത്തി രാഹുൽ ഗാന്ധി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒരു ക്രിമിനലാണെന്നും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തകർന്നതിന്റെ പ്രതീകമായ അദ്ദേഹം ഉടൻ രാജിവെക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ബലപ്രയോഗമാണ് നടന്നതെന്നും ആയിരക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങാൻ കാരണം മന്ത്രിയുടെ നിലപാടുകളാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രതിഷേധത്തിനിടെ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ച് സമാധാനപരമായി പ്രതിഷേധിച്ച എൻ്റെ ഈ സഹോദരന് പെല്ലറ്റ് തോക്കിനാൽ പരിക്കേറ്റു. അദ്ദേഹത്തിന്റെ കണ്ണിനാണ് പരിക്കേറ്റത്. കാഴ്ച നഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് യുവാക്കൾക്ക് നേരെ ലാത്തി ചാർജുമുണ്ടായി. പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥിക്കൊപ്പം നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം കേന്ദ്ര സർക്കാരും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധികളും തമ്മിലുള്ള ചർച്ച പൂർത്തിയായി. 3 ആവശ്യങ്ങളാണ് CJP ഉന്നയിച്ചിരുന്നത്. ഇതിൽ 2 കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, വിദ്യാർത്ഥികൾക്കെതിരായ FIRകൾ റദ്ദാക്കുക എന്നീ ആവശ്യങ്ങളാണ് അംഗീകരിച്ചത്. CJPയെ പ്രതിനിധീകരിച്ച് സൗരവ് ദാസും അശുതോഷ് രംഗയും കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് ജിതേന്ദ്ര സിംഗ്, JP നദ്ദ എന്നിവരുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം അംഗീകരിക്കാതെ വന്നതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. അതേസമയം പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. ചോദ്യപേപ്പർ ചോർത്തുന്ന ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി അതിവേഗ വിചാരണ ഉറപ്പാക്കുമെന്ന് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് 10 വർഷം തടവും 10 കോടി രൂപ പിഴയും ഉൾപ്പെടെയുള്ള കടുത്ത വ്യവസ്ഥകളാണ് ബില്ലിലുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ചോദ്യപേപ്പർ മാഫിയകളെ ഉന്മൂലനം ചെയ്യുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ ഇത്തരം കേസുകളിൽ അതിവേഗ നീതി ഉറപ്പാക്കുകയും സർക്കാർ ലക്ഷ്യമിടുന്നു. വിചാരണയ്ക്കായി അതിവേഗ കോടതികൾ സ്ഥാപിക്കും. ഇത്തരം കേസുകളിൽ 3 മാസത്തിനുള്ളിൽ വിധി പ്രസ്താവിക്കണമെന്നും ബില്ലിൽ നിർദ്ദേശിക്കുന്നു.